പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതമേറിയ നല്ല പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു പ്രഭാതത്തിന് ശേഷം ഈ ഒരു ദിവസത്തിൻ്റെ ഈ പ്രഭാതവേളയിലും കർത്താവിൻ്റെ മാധുര്യമേറിയ വചനം നമ്മുടെ കാതിന് കുളിർമഴയായി പെയ്യേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവിക പാദപീഠത്തിലായിരിക്കാം. ഈ പ്രഭാത സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയിൽ ഞാൻ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന പ്രഭാത ചിന്ത സമയം എന്നുള്ളതാണ്. ആകയാൽ ഈ പ്രഭാത ചിന്തയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു സമയം, ഒരു കാലമുണ്ട്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ 3-ാമത്തെ രാജാവായിരുന്നു ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോം. ദാവീദിൻ്റെ 10-ാമത്തെ പുത്രനാണ്. ബത്ശബയുടെ 2-ാമത്തെ പുത്രനാണ്. അനുഗ്രഹീതമായ നിലയിൽ രാജഭരണം നടത്തിയ ജ്ഞാനികളിൽ ജ്ഞാനിയെന്ന് അറിയപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശലോമോൻ. ശലോമോൻ്റെ കരങ്ങളാൽ വിരചിതമായ ഈ പുസ്തകത്തിൽ ശലോമോൻ രേഖപ്പെടുത്തുകയാണ്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സമയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യതയുള്ള ഒന്നാണ്. ആർക്കും വേണ്ടി സമയം കാത്തു നിൽക്കാറില്ല. സമയം അതിൻ്റെ സമയത്ത് സകലതും ഭംഗിയായി ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ സമയത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ പുതിയ നിയമത്തിൽ നിന്നും സമയം വളരെ തിട്ടമായും വ്യക്തമായും മനസ്സിലാക്കുകയും ആ സമയത്തിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്ത നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിന് അവൻ പറഞ്ഞത്: നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറയും. അവിടെ പർട്ടിക്കുലറായിട്ട് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചേ, എൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൈ ടൈം ഈസ് അറ്റ് ഹാൻഡ്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഏതിനുള്ള സമയമാണ് അടുത്തിരിക്കുന്നതെന്ന് കർത്താവ് വീണ്ടും അതേ അധ്യായത്തിൽ 45-ാമത്തെ വാക്യത്തിൽ ദൃഢമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്? 45-ാമത്തെ വാക്യത്തിൽ, പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന്, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ വാസം അവസാനിപ്പിച്ച്, ഒന്നും കൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ച ദൗത്യം വളരെ വിശ്വസ്തയോടെ പൂർത്തീകരിച്ച് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ വളരെ ആവലോടെ കാത്തിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, എൻ്റെ നാഴിക അടുത്തിരിക്കുന്നു, എൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഇങ്ങനെ കൃത്യമായി സമയത്തെ മനസ്സിലാക്കിയ ഇതുപോലെയുള്ളൊരു വ്യക്തി ഈ ഉലകത്തിൽ ആരാ ഉള്ളത്? ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ മുൻപിൽ കർത്താവിന് വേണ്ടി ഒരു സമയമുണ്ടായിരുന്നുവെങ്കിൽ ആ കൃത്യമായ സമയത്ത് കർത്താവ് തൻ്റെ കാര്യങ്ങളെ പൂർത്തീകരിച്ചെങ്കിൽ നാളിതുവരെയും
ജീവിതത്തിൽ ഒരു ലക്ഷ്യം കാണുവാൻ കഴിയാതെ, അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി കാണുവാൻ കഴിയാതെ ആ സമയത്തെക്കുറിച്ചും ആ ദിവസത്തെക്കുറിച്ചും ആവലാതിപ്പെടുകയും പറയുകയും ചെയ്യുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കൂ. കർത്താവ് തൻ്റെ സമയം അടുത്തറിഞ്ഞ് ആ സമയത്തെ മനസ്സിലാക്കി കർത്താവിൻ്റെ മുൻപിൽ ആ സമയം പൂർത്തീകരിക്കപ്പെട്ടു എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നന്മകളുടെ ഒരു കലവറയുടെ സമയം നമുക്ക് വേണ്ടി ദൈവവും ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവചന പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദർശനത്തിന് അവനൊരു അവധി വച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് വരും, ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയം, നീ അതിനായി കാത്തിരിക്കുക. അവിടെ ആ പദം എന്നെ വല്ലാതെ ആകർഷിച്ചൊരു പദമാണ്, അത് വരും നിശ്ചയം. വേദപുസ്തകമാണ് നമ്മെ അത് പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വായാണ് അത് നമ്മെ കേൾപ്പിച്ചിട്ടുള്ളത്. ആകയാൽ ദൈവം ഒരിക്കലും വ്യാജം പറയുന്ന ദൈവമല്ല. ഈ പ്രഭാതത്തിൽ നമ്മുടെ സമയം ഒരിക്കൽ നമ്മെ തേടിയെത്തും. നാം പലതിൻ്റെയും പുറകെ ഓടുന്നവരാണ്, സമയത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ ഒക്കെ പുറകെ ഓടുന്നവരാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും. ആകയാൽ സമയത്തിന് മുൻപേ നാം ബന്ധപ്പെടാതെ കൃത്യമായ സമയത്ത് ദൈവം സകലതും ചെയ്യുവാൻ വിശ്വസ്തനെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും ഒരു പുതിയ പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.